Hello, welcome back to Sql Server malayalam tutorial 2017. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാസ്കേഡിംഗ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിനെ കുറിച്ചാണ്. കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു ഡിഫാൾട്ട് കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്യാം എന്നാണ്. ഇവിടെ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാസ്കേഡിംഗ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിനെ കുറിച്ച്. അതായത് നമ്മളിപ്പോൾ രണ്ട് ടേബിൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ടി ബി എംപ്ലോയി അതുപോലെ ടി ബി എൽ ജെൻഡർ. നിങ്ങൾക്ക് ഈ ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും, ജെൻഡർ ഐ ഡി എന്നത് രണ്ടാമത്തെ ടേബിളായ ടി ബി എൽ ജെൻഡറുമായി ബന്ധപ്പെടുത്തി ഇരിക്കുന്നു. അതായത് ജെൻഡർ ഐ ഡി 1 എന്നത് മെയിലായും ജെൻഡർ ഐ ഡി 2 എന്നത് ഫീമെയിലായും 3 എന്നത് അൺനോണായും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് തമ്മിലൊരു ഫോറിൻ കീ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൽ ഒരു ഡാറ്റ ഡിലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുക. ടി ബി എൽ ജെൻഡറിലെ ഈ റോ ഡിലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്തതുകൊണ്ട്, ഇത് തമ്മിലൊരു ഫോറിൻ കീ സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഇറർ SQL സെർവർ കാണിക്കും. ഇതെങ്ങനെ ഇത് ഇല്ലാതാക്കാം, എങ്ങനെ ഒരു കാസ്കേഡിംഗ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അതായത് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടേബിളുകൾ തമ്മിൽ ഒരു ഫോറിൻ കീ സെറ്റ് ചെയ്താൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, പിന്നെ അതിൽ ഏതെങ്കിലും കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് കാസ്കേഡിംഗ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി അലോ ചെയ്ത് മാത്രമേ അതിനെ ഡിലീറ്റ് ആക്കുവാൻ പറ്റൂ. ഇവിടെ കാസ്കേഡിംഗ് റെഫറൻഷ്യൽ ഇൻ്റഗ്രിറ്റി കൺസ്ട്രെയിനിൽ 4 ഓപ്ഷനുകളുണ്ട്. ഒന്നാമത് നോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡിഫാൾട്ട് ബിഹേവിയറാണ്, ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത വാല്യൂ ആണ് നോ ആക്ഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ടേബിൾ ഡിലീറ്റ് ആക്കുവാൻ നോക്കുകയാണ്. അതായത് ഫോറിൻ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ കീ നിങ്ങൾ ഡിലീറ്റ് രണ്ടാമത്തെ ടേബിളിലെ കോളം നിങ്ങൾ ഡിലീറ്റ് ആക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇറർ ഉണ്ടാവും. അത് ഇറർ ഉണ്ടാവുന്നതാണ് നോ ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് SQL സെർവർ തന്നെ ഒരു ഇറർ ഉണ്ടാക്കും. അതാണ് നോ ആക്ഷൻ. അതുപോലെ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൽ എന്ന കോളം ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ മെയിൽ എന്ന ജെൻഡർ ഐ ഡി ഉള്ള ഈ കോളം മൊത്തം ഡിലീറ്റ് ആയി പോകുന്നതാണ്. അതുപോലെ ഈ കോളവും, അതായത് റിച്ചാർഡും ജിൻഡോയും ഇതിൽ നിന്ന് പെർമനൻ്റായി ഡിലീറ്റ് ആവുന്നതാണ്. മെയിൽ ഈ കോളം മാത്രം ഡിലീറ്റ് ആക്കിയാൽ കാസ്കേഡിംഗ് ആയി ടി ബി എംപ്ലോയി എന്ന ഈ കോളവും, ഒന്നാമത് ജെൻഡർ ഐ ഡി ഉള്ള ഈ കോളവും ടി ബി എൽ എംപ്ലോയി എന്നുള്ള ഈ കോളവും ഡിലീറ്റ് ആവുന്നതാണ്. അതുപോലെ സെറ്റ് നൾ, അതായത് ഇവിടെ മെയിൽ എന്ന വാല്യൂ ഡിലീറ്റ് ആക്കിയാൽ ഇവിടെ ഒന്നിന് പകരം ജെൻഡർ ഐ ഡി നള്ളായി ഇതുപോലെ കാണിക്കും. ഇതേ വാല്യൂ ആയിട്ടാണ് വരിക. ഇവിടെയും നൾ വാല്യൂ ആയിട്ടാണ് വരിക. അതിനെയാണ് നമ്മൾ സെറ്റ് നൾ വാല്യൂ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ സെറ്റ്
സെറ്റ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞാൽ അതായത് ഡിഫാൾട്ട് വാല്യൂ ആണ്. ഡിഫാൾട്ട് കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നു. ഡിഫാൾട്ട് കൺസ്ട്രെയിൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ വാല്യൂ ആണ് അതിൽ ഡിഫാൾട്ടായി സെറ്റ് ചെയ്യുക. ഇതിൽ മെയിൽ ഡിലീറ്റ് ആക്കിയാൽ അതിൽ ഡിഫാൾട്ടായി വാല്യൂ ഡിഫാൾട്ട് കൺസ്ട്രെയിൻ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ വാല്യൂ ആണ് മെയിലിൻ്റെ പകരം ഐ ഡിയുടെ പകരം ഇവിടെ 1 ഐ ഡിയുടെ പകരം ആ ഡിഫാൾട്ട് കൺസ്ട്രെയിനിലെ വാല്യൂ ആണ് ഇതിൽ വരിക. ഇനി എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ 2 ടേബിളുകൾ ഉണ്ട്, ടി ബി എംപ്ലോയി ആൻഡ് ടി ബി ജെൻഡർ. ഈ 2 ടേബിളുകളും തമ്മിൽ ഞാൻ